അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒന്നാം പെരുന്നാൾ നമ്മളിവിടെ കഴിച്ച് നമ്മളെ കുടിക്കൊക്കെ പോയി. അപ്പോൾ പെരുന്നാളൊന്നൊരു സുഖമില്ലാത്ത പെരുന്നാളായിനി എന്നൊക്കെ പറഞ്ഞൊന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അല്ലേ. അപ്പോൾ അതാക്കണ് നമ്മൾ ചപ്പാത്തിയൊക്കെ പെരുത്താണ് കേട്ടോ. അപ്പം നമ്മൾ രണ്ടാം പെരുന്നാൾ നമ്മളമ്മമാരുടെ ഉടയിലാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇമ്മയും തന്നെ പോയിട്ടില്ലേന് കേട്ടോ. അല്ലെങ്കിൽ ഇമ്മ എല്ലാ പെരുന്നാൾക്കും ഉമ്മ ഞങ്ങൾ വരുമ്പോഴത്തേനും അവിടെ പോയി വരുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ആങ്ങളുടെ ഒപ്പം പണിയെടുക്കണ കുട്ടി മരിച്ചു എന്നുള്ളത്. അപ്പോൾ പിന്നെ അമ്മയും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുഞ്ഞാമാരൊക്കെ വിളിച്ചാൽ തുടങ്ങി നിങ്ങളൊക്കെ വരുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ 2-3 കുഞ്ഞാമാരാണ് ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞാമ മരിച്ചിരിക്കണ്. അതിൽ വലിയ കുഞ്ഞാമ തറവാട്ടിൽ തന്നെയാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ കുഞ്ഞാമാൻ്റെ അവർക്ക് പോയ വീഡിയോസൊക്കെ ഞാൻ ഇന്നാൾ ഇട്ടിരുന്നില്ലേ. അപ്പോൾ ഓളും തന്നെ വന്നിക്കണ്. അപ്പോൾ ഞങ്ങളും വരുമോ ചോദിച്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങളും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പാടെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ അതും രസം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോകുകയാണ് കേട്ടോ. ബസ്സിനാണ് പോണത്. അപ്പോൾ ഒരു 9 മണിൻ്റെ ബസ്സുണ്ട്. അപ്പോൾ അതിന് പോയി. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഒത്തു കൂടിയപ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതാക്കളെ ഞങ്ങൾ അവിടെ എത്തിക്കണം കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ കൂടി അതായിലാണ്. പിന്നെ മറ്റേ കുഞ്ഞാമാൻ്റെ പേര അകമ്പാടത്താണ്. പിന്നെ മരിച്ച കുഞ്ഞാമാൻ്റെ പേര മേപ്പാടത്താണ് കേട്ടോ. അപ്പോൾ മരിച്ച കുഞ്ഞാമാൻ്റെ കുട്ടിൻ്റെ നിക്കാഹാണ് 22-ാം തീയതി. അത് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പൊറുതിയേടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെന്നപ്പോത്തിന് തന്നെ നമ്മളെ കുഞ്ഞാമ എന്താട്ടിക്കണ് മന്തി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് മസാലയൊക്കെ വാട്ടിക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ വാട്ടി വെച്ചിക്കണ്. ഇനി ചോറ് വെച്ചാൽ മതിയല്ലോ. പിന്നെ അതാക്കണ കുട്ടികളൊക്കെ എല്ലാവരും പാടെ കൂടിയിട്ട് നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒത്തൊരുമിച്ച് കൂടുമ്പം അത് രസം തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ കുഞ്ഞാമ പാത്രം മോറുന്നുണ്ട്. ഞാൻ ഏതായാലും വീഡിയോഗ്രാഫറായി കണ്ട് വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ മോറി. അപ്പോൾ പിന്നെ ചോറ് അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഇങ്ങോട്ട് ലെങ്ത്തായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ആരും ഇന്ന് മോശിപ്പിച്ചണമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ഊറ്റുന്നത് നമ്മളനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഓളാണ് ചോറ് ഊറ്റണത്. ഞാൻ ഏതായാലും ഒരു ചോറ് ഊറ്റണമൊക്കെ അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ചോറ് ഇട്ടപ്പോഴാണ് ഒരു തുള്ളി മസാല ഇന്ന് എടുത്തേക്കണം അല്ല ചോറിൻ്റെ മേലിടാൻ. അതിൽ കട്ടക്കാലത്തിന് ഏതായാലും ഒരു കണ്ടം ചാടും ചെയ്തു എത്തപ്പോൾ കാട്ടണത്. അതിൽ പിന്നെ നമ്മൾ ചോറ് പിന്നെ അങ്ങനെ ഊറ്റിയിട്ട് പിന്നെ അതിൻ്റെ മേലെ മസാല ഇടണം കേട്ടോ. അങ്ങനെ ഇതാക്കണ് മസാല ഇട്ടു. അപ്പോൾ ഉമ്മാൻ്റെ കുടിയത്തെ പെരുന്നാളും നല്ല അടിപൊളി പെരുന്നാളാക്കി കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ മക്കളൊക്കെ കൂടി. അപ്പം മക്കളൊക്കെ പാടതാക്കണം പിന്നിട്ടൂലി കളിച്ചാണ്. അപ്പോൾ പിന്നിടാൻ ആളില്ല. അപ്പം ഉമ്മ പറഞ്ഞാൽ ഞാൻ ഇടാറിഞ്ഞിട്ട് ഇമ്മയും തന്നെ കുട്ടികളപ്പം ഒന്ന് കുട്ടിയായതാണ് കേട്ടോ. അപ്പോൾ ഇമ്മ പിന്നിട്ടൂലി ഇറങ്ങാണ്ട് കജ്ജൊട്ടിയതാണ്. അപ്പോൾ കുട്ടികൾ ഇതാക്കണ് തിരഞ്ഞെടുക്കണം കേട്ടോ. നമ്മളും ചെറുപ്പത്തിൽ കുറേ കളിച്ച കളിയാണ് ഇങ്ങനെ പിന്നിട്ടൂലിയൊക്കെ. പിന്നെ ഇറച്ചിയൊക്കെ കുക്കറിൽ വേവിച്ചിനി. അത് പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടിയെടുക്കാൻ കേട്ടോ. ഞാൻ ഏതായാലും ഈ പണി ഞാൻ എടുത്തേക്കണം കേട്ടോ. ഉള്ളിയും തക്കാളിയും വാട്ടി ഇറച്ചി ഇതാക്കണ തൂമിച്ചയുടെ പണി ഞാനാണ് എടുത്തത്. പിന്നെ ചോറ് ഇതാക്കണ് ചെമ്പട്ടിക്ക് കുത്തിക്കണം കേട്ടോ. ഈ മക്കളൊക്കെ ചോറ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇറച്ചി ഇതാക്കണ് റെഡിയായി വന്നിക്കണ്. പിന്നെ പായസം ഉണ്ടാനി കേട്ടോ. നല്ല അടപ്പായസം, നല്ല അടിപൊളിയായിട്ടുള്ള പായസം കേട്ടോ. നല്ല രസമാണല്ലേ ഈ അടപ്പായസം കുടിച്ചാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടപ്പായസം. അപ്പോൾ അങ്ങനെ പായസം ഉണ്ടായിന്. ചോറൊക്കെ തിന്നിട്ട് നമുക്ക് പായസം കുടിച്ചിറങ്ങാണ്ട് കുറച്ച് പായസം ഉണ്ടാക്കി. പിന്നെ ഇതാക്കണ ചോറൊക്കെ നമ്മൾ ടേബിളുമ്മേ വെച്ചു. അപ്പോൾ എല്ലാ മക്കളൊക്കെ ഇരുന്നിക്കണം കേട്ടോ. ഞങ്ങളൊക്കെ ഇരുന്ന് ചോറൊക്കെ വെച്ചു. ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ പോരാണ് കേട്ടോ. കാരണം അവിടെ നിന്നിട്ടില്ല. കാരണം നമുക്ക് സ്കൂളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിൽ പോന്നു. അപ്പോൾ ഇതാക്കണ ബസ്സിൽ പോരാണ് കേട്ടോ. അപ്പം നമ്മൾ കുടി ചെന്നിട്ട് എന്താട്ടണം ചോറൊന്നും ഞാൻ വെക്കണില്ല കേട്ടോ. നമ്മൾ പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം നമ്മളെ പുതിയാപ്പിളക്കാർക്ക് ചോറൊന്നും പറ്റൂലല്ലോ. അപ്പം എന്താട്ടി ഞാൻ വന്നിക്കാണ്ട് വേഗം ചപ്പാത്തി ഉണ്ടാക്കി. ആദ്യം ചപ്പാത്തിയാണ് കേട്ടോ. ഒരു 3-4 ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ടെടുക്കാണ് കേട്ടോ. ആദ്യത്തെ ചപ്പാത്തി ഏതായാലും ഇപ്പം ഒന്ന് നല്ലോണം പൊള്ളച്ച് വന്നേക്കണം കേട്ടോ. അല്ലെങ്കിൽ പൊള്ളക്കലില്ലേ. ഇനി ഫസ്റ്റത്തെ ചപ്പാത്തി ചിലപ്പോൾ എന്താണെന്ന് ചട്ടി ചൂടാകാതെ വെക്കുമ്പോൾ പൊള്ളക്കൽ കുറച്ച് കമ്മിക്കാരം. അങ്ങനെ ഏതായാലും ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു. പിന്നെ അതിക്ക് ഞാൻ കൂട്ടാണ്ടാക്കിയത് മമ്പയറും അതിനിട്ടോ. അപ്പോൾ അത് തൂമിച്ച് പറന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാനിങ്ങനെ പറയലുണ്ട് മമ്പയർ വെക്കണതൊക്കെ. അപ്പോൾ ഇറച്ചിയൊന്നും മൂപ്പരാക്കാക്ക് മാണ്ടാറിന്.
അങ്ങനെ അത് വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് ബിരിയാണി ഉണ്ട് എന്നുള്ളത്, അത് ഞാനൊന്ന് ചൂടാക്കി എടുത്തും ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഇറച്ചിയൊന്നും വേണ്ട, മസാല മാത്രം മതി. അപ്പോൾ ഇറച്ചിയൊക്കെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇറച്ചി തന്നെയല്ലേ. അപ്പോൾ അതിലൊരു എല്ലും കണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുത്തി നോക്കിയത് ഇറച്ചി തന്നെയാണോ അറിയാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രമൊക്കെ മോറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ ഒരുപാട് മോറാണ്ടേനി കേട്ടോ. നമ്മൾ പെരുന്നാളിൻ്റെ അങ്ങനെ പോയതല്ലേ, അപ്പോൾ ഒക്കെ പാടെ വലിച്ചിട്ട് കണ്ട് അങ്ങനെ മോറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.